നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലേ എന്ന കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാല് കഥ, സ്റ്റോറി എന്നാണ്. ഇത് എഴുതിയിട്ടുള്ളത് സാരിക ഠാക്കൂർ എന്ന എഴുത്തുകാരിയാണ്. അപ്പൊ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? ചലേ എന്നാണ്. ചലേ എന്ന് പറഞ്ഞാല് പോകാമെന്നാണ് അർത്ഥം വരുന്നത്. ഇതൊരു കുഞ്ഞു കഥയാണ്. ഈ കഥയില് ടുക്കു എന്ന കുട്ടിയും അവന്റെ അമ്മയും തമ്മിലുള്ള സ്നേഹവും കരുതലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ തോറ്റുപോയാലും നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നും വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം, ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥ വായിച്ചു നോക്കാം. ടുക്കു കൈ ദിൻ സേ സൈക്കിൾ കി ജിദ് കർ രഹാ ഥാ. ടുക്കു എന്ന് പറയുന്നത് നമ്മുടെ ചലേ എന്നുള്ള കഹാനിയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ടുക്കുവും അതേപോലെ ടുക്കുവിന്റെ അമ്മയും. അപ്പൊ ടുക്കു എന്താണ്? കൈ ദിൻ സേ കുറെ ദിവസമായി സൈക്കിൾ കി ജിദ് കർ രഹാ ഥാ. ജിദ് എന്ന് പറഞ്ഞാല് വാശി. ടുക്കു കുറെ ദിവസമായി സൈക്കിള് വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മാനെ टुक्कू के लिए साइकिल और अपने लिए एक സ്കൂട്ടി ഖരീദ് ലി. ഇപ്പൊ ടുക്കുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റെഡ് കളറിലും അമ്മയെ കുറിച്ചിട്ടുള്ളത് ഗ്രീൻ കളറിലും പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ ടുക്കു കേലിയെ എന്ന് പറഞ്ഞാല് ടുക്കുവിന് വേണ്ടി, ഖരീദ് ലി എന്ന് പറഞ്ഞാല് വാങ്ങിച്ചു. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. पर आपको तो स्कूटी चलाना नहीं आता, टुक्कू ने अम्मा से पूछा. पर എന്ന് പറഞ്ഞാല് പക്ഷേ, ചലാന നെഹി ആത്ത എന്ന് പറഞ്ഞാല് ഓടിക്കാൻ അറിയില്ലല്ലോ എന്നാണ്. പൂച്ച എന്ന് പറഞ്ഞാല് ചോദിച്ചു. പക്ഷെ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ടുക്കു അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മയ്ക്ക് എന്താണ്, അമ്മ ഇതുവരെ സ്കൂട്ടി ഒന്നും ഓടിച്ചിട്ടില്ല. അപ്പൊ അമ്മ സ്കൂട്ടി വാങ്ങിച്ചു. അപ്പൊ ടുക്കു ചോദിക്കുകയാണ് അമ്മേന്റെ അടുത്ത്, പക്ഷെ അമ്മേ നിങ്ങക്ക് സ്കൂട്ടി ഒന്നും ഓടിക്കാന് അറിയില്ലല്ലോ എന്ന്. അപ്പൊ അതിന് താഴെ അമ്മ പറയുന്ന കാര്യമാണ്, തുമേ ബി തോ സൈക്കിൾ ചലാന നഹി ആത്ത അമ്മാനെ കഹ. അമ്മാനെ കഹ എന്ന് പറഞ്ഞാല് അമ്മ പറഞ്ഞു, നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു. മേ സീക്ക് ലൂങ്ക ധീരെ ധീരെ ടുക്കു ബോല. മേ എന്ന് പറഞ്ഞാല് ഞാൻ. അപ്പൊ ഇതാരാ പറയുന്നത്? ടുക്കു ആണ് പറയുന്നത്. ടുക്കു ബോല, ടുക്കു പറഞ്ഞു. എന്താ ടുക്കു പറഞ്ഞത്? ഞാൻ മെല്ലെ മെല്ലെ പഠിച്ചോളാം, ഞാന് പഠിക്കാമെന്ന് ടുക്കു അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറയാണ്, മേ ബി സീക്ക് ലൂങ്കി ധീരെ ധീരെ അമ്മ ഹസ്തേ ഹുവേ ബോലി. മേ ഭി എന്ന് പറഞ്ഞാല് ഞാനും, ധീരെ ധീരെ എന്ന് പറഞ്ഞാല് മെല്ലെ മെല്ലെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ, ഹസ്തേ ഹുവേ എന്ന് പറഞ്ഞാല് ചിരിച്ചുകൊണ്ട്, ബോലി എന്ന് പറഞ്ഞാല് പറഞ്ഞു. ഞാനും മെല്ലെ മെല്ലെ പഠിച്ചോളാം, പഠിക്കാമെന്ന് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉസ് രാത് ദോനോ കോ നീന്ത് നായി. ഉസ് രാത്, രാത് എന്ന് പറഞ്ഞാല് രാത്രി. ആ രാത്രി ദോനോക്കോ രണ്ടുപേർക്കും, നീന്ത് എന്ന് പറഞ്ഞാല് ഉറക്കാണ്, നായി ആ രാത്രി രണ്ടുപേർക്കും എന്താണ്, ഉറക്കം വന്നില്ല. സുബഹ് ടുക്കൂനെ അപ്പനി സൈക്കിൾ നിക്കാലി और अम्मा ने अपनी സ്കൂട്ടി. സുബഹ് എന്ന് പറഞ്ഞാല് രാവിലെ. ടുക്കുനെ അപ്പനി സൈക്കിൾ നിക്കാലി, ടുക്കു തന്റെ സൈക്കിൾ എടുത്തു. और അമ്മാനെ അപ്പനി സ്കൂട്ടി, അമ്മ തന്റെ സ്കൂട്ടി എടുത്തു എന്നാണ് പറയുന്നത്. നിക്കാൽന എന്ന് പറഞ്ഞാല് പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ എന്താണ്, ടുക്കു എന്താ എടുത്തത്? സൈക്കിളാണ്. അമ്മ എന്താ എടുത്തത്? സ്കൂട്ടിയാണ്. അപ്പൊ ആ കാര്യം ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക, ഒരിക്കലും അത് മാറിപ്പോവരുത്. അപ്പൊ ബാക്കി വായിച്ചു നോക്കാം. ജ്യാദ ദൂർ മത് ജാന അമ്മാനെ ടുക്കുക്കു സംജായ. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ, അധികം എന്നുള്ള അർത്ഥമാണ്. ദൂർ എന്ന് പറഞ്ഞാല് ദൂരം. ജ്യാദ ദൂർ മത് ജാന, കൂടുതല് ദൂരെ പോകരുത്, പോകരുതേ എന്ന് അമ്മാനെ ടുക്കുക്കു സംജായ,
അമ്മ ടുക്കുവിന് പറഞ്ഞു കൊടുത്തു, അതായത് മനസ്സിലാക്കിച്ചു. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് പോവാണ്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എന്താണ് അമ്മ നമ്മളടുത്ത് പറയാറുണ്ട്, കൂടുതൽ ദൂരെയൊന്നും പോവരുതേന്ന്. അതേപോലെ ടുക്കുവിനോട് അമ്മ പറഞ്ഞു ജ്യാദാ ദൂർ മത് ജാന എന്ന്. അപ്പൊ അതിന്റെ താഴെയുള്ള വായിച്ചു നോക്കാം. ആപ് ഭി ജ്യാദാ ദൂർ മത് ജാന, ടുക്കുവിനെ അമ്മാക്കോ സംജായ. ഇപ്പൊ ടുക്കുവിനോട് അമ്മ എന്താ പറഞ്ഞത്, കൂടുതൽ ദൂരെ പോകരുതെന്ന്. ഇപ്പൊ രണ്ടുപേരും എന്താണ്, ടുക്കു സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, അമ്മ സ്കൂട്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടുക്കുവിനെ അമ്മ കെയർ ചെയ്തിട്ട് പറയാണ് കൂടുതൽ ദൂരെ പോവരുതെന്ന്. ഇപ്പൊ ടുക്കു അമ്മയോട് പറയാണ്, അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാണ്, ആപ് ബി ജ്യാദാ ദൂർ മത് ജാന, താങ്കളും അമ്മ എന്താണ്, അമ്മയും കൂടുതൽ ദൂരെ ഒന്നും പോകണ്ട എന്ന് ടുക്കു പറയാണ്. ടുക്കുവിനെ പെഹലെ ആധാ പെഡൽ മാരാ. പെഹലെ എന്ന് പറഞ്ഞാല് ആദ്യം, ആധ എന്ന് പറഞ്ഞാല് പകുതി, ഭാഗികമായി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പെഡൽ മാര, പെഡൽ അമർത്തി. ടുക്കു ആദ്യം എന്ത് ചെയ്തു, പെഡല് ഭാഗികമായി അമർത്തി. ആധാ പെഡൽ മാർത്തെ മാർത്തെ സീറ്റ് പർ ബാഠ്നെ കി കോശിഷ് കി. സീറ്റ് പർ എന്ന് പറഞ്ഞാല് സീറ്റിൽ, ബാഠ്നെ കി കോശിഷ് കി, കോശിഷ് കി എന്ന് പറഞ്ഞാല് ശ്രമിച്ചു. അങ്ങനെ ടുക്കു പെഡല് ഭാഗികമായിട്ട് അമർത്തിക്കൊണ്ട് എന്ത് ചെയ്തു, സീറ്റിലിരിക്കാൻ ശ്രമിച്ചു. पर जैसे ही वो सीट पर बैठा ഹാൻഡിൽ ഗൂമ. പക്ഷെ സീറ്റിലിരുന്ന ഉടനെ ഹാൻഡില് തിരിച്ചു. പാവ് പെഡൽ തക് നാ പഹുഞ്ചെ. പാവ് എന്ന് പറഞ്ഞാല് കാല്, കാല് പെഡല് വരെ എത്തിയില്ല. ബാലൻസ് ബിഗിട, ബാലൻസ് തെറ്റി, അതായത് ബാലൻസ് പോയി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ ധടാം. സൈക്കിൾ, സൈക്കിൾ തന്നെ. ടുക്കു ദോനോ ഗിർ പടേ, സൈക്കിളും ടുക്കും രണ്ടും വീണു. അതായത് സൈക്കിളും ടുക്കും എന്ത് ചെയ്തു, രണ്ടും താഴെ വീണു. ധടാം, അതായത് ഇവർ രണ്ടുപേരും വീണപ്പോ ഒരു സൗണ്ട് വന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ടുക്കു എന്താ ആദ്യം ചെയ്തത്, ആദ്യം പെഡല് ഭാഗികമായിട്ട് അമർത്തി. കാരണം എന്താ, ടുക്കുവിനേക്കാളും സൈക്കിള് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ടുക്കുവിന് കാല് നിലത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പെഡൽ എന്ത് ചെയ്തു, ഭാഗികമായിട്ട് അമർത്തി. അങ്ങനെ ടുക്കു എന്ത് ചെയ്തു, ആ പെഡല് ഭാഗികമായിട്ട് അമർത്തിക്കൊണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്ക് കാല് നിലത്ത് എത്തിയാലാണല്ലോ സീറ്റിൽ നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ എത്താത്തത് കൊണ്ട് തന്നെ പെഡലില് ചവിട്ടിയിട്ട് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് ടുക്കു ശ്രമിച്ചു. അങ്ങനെ സൈക്കിളിന്റെ പെഡല് പകുതി ചവിട്ടിയിട്ട് എന്ത് ചെയ്തു, ടുക്കു സൈക്കിളിന്റെ സീറ്റിൽ കയറിയിരുന്നു. പക്ഷെ സീറ്റിൽ കയറിയിരുന്ന ഉടനെ എന്ത് ചെയ്തു, ഹാൻഡില് തിരിച്ചു. അപ്പൊ കാല് പെഡല് വരെ എത്തുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ, സൈക്കിള് ടുക്കുവിനേക്കാളും കുറച്ച് വലുതായിരുന്നു. അപ്പൊ ഒരു പെഡലില് മാത്രമേ കാലെത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിച്ചു, സൈക്കിളിന്റെ ബാലൻസ് പോയി, ബാലൻസ് തെറ്റി. സൈക്കിളും ടുക്കുവും എന്ത് ചെയ്തു, താഴെ ഇതുപോലെ വീണു. അപ്പൊ ടുക്കുവിന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അപ്പൊ കാലെന്താണ്, പെഡല്, ഒരു പെഡലില് മാത്രമേ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മറ്റേ പെഡല് വരെ എത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ടുക്കുവിന്റെ ബാലൻസ് പോയി. ടുക്കുവും സൈക്കിളും എന്ത് ചെയ്തു, താഴെ വീണു. അപ്പൊ അതിനുശേഷം ഇനി കഥയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉദർ അമ്മ സ്കൂട്ടി സീക്ക് രഹി ഥി. ഉദർ എന്ന് പറഞ്ഞാല് അവിടെ, സീക്ക് രഹി ഥി എന്ന് പറഞ്ഞാല് പഠിക്കുകയായിരുന്നു. അവിടെ അമ്മ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുകയായിരുന്നു. ഉനോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്തോ സെ കസ്കർ ഥാമ. ദോനോ ഹാത്തോ സെ, ഹാത്തോ സെ എന്ന് പറഞ്ഞാല് കൈകൾ കൊണ്ട്, കസ്കർ ഥാമ മുറുകെ പിടിച്ചു. അമ്മ എന്ത് ചെയ്തു, ഹാൻഡില് രണ്ട് കൈ കൊണ്ടും മുറുകെ പിടിച്ചു. ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ. ബായേ എന്ന് പറഞ്ഞാല് ഇടത്, ലെഫ്റ്റ് സൈഡ്. ഹാത്ത് എന്ന് പറഞ്ഞാല് കൈയാണ്. ബ്രേക്ക് ദബായ, ബ്രേക്ക് അമർത്തി. അമ്മ ഇടത് കൈ കൊണ്ട് ബ്രേക്ക് അമർത്തി. ദായേ ഹാത്ത് സെ ആക്സിലറേറ്റർ ഗുമായ. ദായേ എന്ന് പറഞ്ഞാല് വലത്, റൈറ്റ്. ഹാത്ത് സെ കൈ കൊണ്ട്, ആക്സിലറേറ്റർ ഗുമായ, ആക്സിലറേറ്റർ തിരിച്ചു. വലത് കൈ കൊണ്ട് എന്ത് ചെയ്തു, ആക്സിലറേറ്റർ തിരിച്ചു. പർ സ്കൂട്ടി വഹി ഖടി രഹി. പക്ഷേ സ്കൂട്ടി എന്താണ്, അവിടെ തന്നെ നിന്നു. ഫിർ അമ്മാനെ
ബ്രേക്ക് ചോട് ദിയ. പിന്നീട് എന്ത് ചെയ്തു? അമ്മ ബ്രേക്ക് ചോട് ദിയ. ബ്രേക്ക് എന്ത് ചെയ്തു? വിട്ടു. അതായത് ബ്രേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇടത്തെ കൈകൊണ്ട്. അതെന്ത് ചെയ്തു? ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോड़ते ही स्कूटी उछली और पिछले पहिए पर खड़ी हो गई. ബ്രേക്ക് ചോड़ते ही, അമ്മ എന്താണ് ബ്രേക്ക് അമർത്തി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അമർത്തി പിടിച്ച ബ്രേക്ക് വിട്ട ഉടനെ സ്കൂട്ടി ഉച്ചിലി, സ്കൂട്ടി എന്ത് ചെയ്തു? കുതിച്ചു. और पिछले पहिए पर, പിച്ചിലെ പഹിയെ എന്ന് പറഞ്ഞാല് പിന്നിലെ ചക്രം, പിച്ചിലെ പഹിയെ पर खड़ी हो गई, പിന്നിലെ ചക്രത്തിൽ എന്താണ്? നിന്നു. അമ്മ ബ്രേക്ക് വിട്ട ഉടനെ എന്ത് ചെയ്തു? സ്കൂട്ടി കുതിച്ചിട്ട് പിൻചക്രത്തിൽ നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇനി ബാക്കി എന്താ സംഭവിച്ചെന്ന് വായിക്കാം. അമ്മ ഒരു സ്കൂട്ടി ദോനോ ഗിരി ധടാം. അമ്മ ഒരു സ്കൂട്ടി, അമ്മയും സ്കൂട്ടിയും ദോനോ ഗിരി രണ്ടും വീണു. ധടാം, അത് നമ്മള് സ്കൂട്ടി വീഴുമ്പോഴുള്ള സൗണ്ട് ഉണ്ടായിരിക്കില്ല, അവർ രണ്ടുപേരും വീണു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ശബ്ദത്തിനെയാണ് പറയുന്നത്. അപ്പൊ അമ്മയും സ്കൂട്ടിയും രണ്ടും വീണു. ഇപ്പൊ ഇവിടെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രമൊക്കെ തന്ന് പഠിപ്പിച്ചു തരുന്നത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഹിന്ദിയിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും എടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് അമ്മ എന്താ ചെയ്യുന്നത്? തന്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, ഇടത് കൈ കൊണ്ട്, ഇടതിന് ഹിന്ദിയിൽ എന്താ പറയാ? ബായേ ഹാത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് അമർത്തി. ബായേ ഹാത്ത് സേ ബ്രേക്ക് ദബായ. പിന്നെന്താ ചെയ്തത്? റൈറ്റ് ഹാൻഡ് കൊണ്ട്, വലത് കൈ കൊണ്ട് ആക്സിലറേറ്റർ തിരിച്ചു. ദായേ ഹാത്ത് സേ ആക്സിലറേറ്റർ ഗുമായ. പക്ഷെ സ്കൂട്ടി മുന്നോട്ട് പോയോ? ഇല്ല, അത് അവിടെ തന്നെ നിന്നു. നമ്മൾ ബ്രേക്ക് അമർത്തി എന്താണ്? സ്കൂട്ടി മുന്നോട്ട് പോയില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? തന്റെ ഇടത് കൈയിലുള്ള, ലെഫ്റ്റ് ഹാൻഡിലുള്ള ബ്രേക്ക് എന്ത് ചെയ്തു? വിട്ടു. അപ്പൊ ബ്രേക്ക് വിട്ട ഉടനെ എന്താ സംഭവിച്ചത്? സ്കൂട്ടി കുതിച്ചു. അതായത് അമ്മ ബ്രേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാമല്ലോ, ആ ബ്രേക്ക് വിട്ട ഉടനെ എന്താണ്? സ്കൂട്ടി സ്പീഡിൽ പോവാണ് ചെയ്തത്. അതിനുശേഷം എന്താ സംഭവിച്ചേ? പിച്ചിലെ പഹിയെ पर खड़ी हो गई. അല്ലെ? അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ചിത്രത്തിലുള്ള കാര്യം എന്താണ് നമുക്ക് ഹിന്ദിയിൽ പറയാൻ പറ്റണം. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഹിന്ദിയിൽ എന്താണ് പറയാൻ പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാല് നമുക്ക് തെറ്റാതെ അതിന്റെ ഉത്തരം എന്താണെന്ന് എഴുതി കൊടുക്കാനും പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? സ്കൂട്ടി പിച്ചിലെ പഹിയെ पर खड़ी हो गई. സ്കൂട്ടി എന്താണ്? പിന്നിലെ ചക്രത്തില് നിന്നു. ഈ പിൻചക്രത്തിൽ നിന്നു എന്ന് പറഞ്ഞ സ്കൂട്ടി ബാലൻസ് ഒക്കെ പോയിട്ട് അമ്മയും സ്കൂട്ടിയും താഴെ വീണു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ടൂ വീലർ ആയാലും ഏത് തരത്തിലുള്ള വണ്ടി ആയാലും അത് ഓടിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി റോഡിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. അപ്പൊ ഏത് തരത്തിലുള്ള വാഹനം ഓടിക്കുമ്പോഴും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരുപാട് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ള വലിയൊരു മെസ്സേജ് നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ടുക്കുവിന്റെ അമ്മയ്ക്ക് സംഭവിച്ച പോലെ പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്കും സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ കഥയിലെ ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് വായിച്ചു നോക്കാം. അപ്പൊ അടുത്തതായിട്ടുള്ളത് റെഡ് കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ടുക്കുവിനെ കുറിച്ചാണ്. ടുക്കുവിന്റെ സൈക്കിള് ബാലൻസ് പോയി ടുക്കുവും അതേപോലെ സൈക്കിളും താഴെ വീണു എന്ന് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. ടുക്കു കെ സിർ പർ ഗുമഡ് നിക്കലായ. സിർ എന്ന് പറഞ്ഞാല് തലയാണ്, സിർപ്പർ എന്ന് പറഞ്ഞാല് തലയിൽ, ഗുമഡ് എന്ന് പറഞ്ഞാല് മുഴ. ടുക്കുവിന്റെ തലയില് മുഴ പൊങ്ങി വന്നു. അപ്പൊ ഈ ചിത്രം നോക്കിക്കേ, ടുക്കുവിന്റെ തലയിൽ ഒരു മുഴ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റോറിയിൽ എന്താ പറയുന്നത്? ടുക്കു കി സിർ പർ ഗുമഡ് നിക്കലായ. ടുക്കുവിന്റെ തലയില് മുഴ പൊങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ടുക്കു സൈക്കിൾ ഓടിച്ചപ്പോ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹെൽമെറ്റ് എന്തിനാ വെക്കുന്നത്? നമ്മുടെ തലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ ടുക്ക് ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ ടുക്കുവിന്റെ തല സൈക്കിൾ ആക്സിഡന്റ് ആയപ്പോ എവിടെയോ ഇടിച്ചിട്ട് എന്താണ് മുഴ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സ്കൂട്ടി ആയാലും ബൈക്ക് ആയാലും
അതേപോലെ സൈക്കിളായാലും നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എന്തായാലും ധരിച്ചിരിക്കണം. അപ്പൊ ഈ ടുക്കുവിന് തലയിൽ മുഴ പൊങ്ങി വന്ന പോലെ നമുക്കൊരിക്കലും ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, സൈക്കിളോ സ്കൂട്ടിയോ എന്ത് തരത്തിലുള്ള വാഹനത്തില് യാത്ര ചെയ്യുമ്പോഴും ഹെൽമെറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അത് നിങ്ങൾ ഹിന്ദിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചിത്രം വെച്ച് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാമിന് ക്രമത്തിൽ എഴുതാനോ ചിത്രം തന്നിട്ടോ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്കിത് ഹിന്ദിയിൽ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്, ടുക്കു കി സിർ പർ ഗുമഡ് നിക്കലായ, ടുക്കുവിന്റെ തലയിൽ മുഴ പൊങ്ങി വന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് അമ്മയെ കുറിച്ചിട്ടുള്ളതാണ്. അത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ കി കോഹനി ഓർ ഗുഠനെ ചിൽ ഗയേ. കോഹനി എന്ന് പറഞ്ഞാല് കൈമുട്ട്, ഗുഠനെ എന്ന് പറഞ്ഞാല് കാൽമുട്ട്, ചിൽ ഗയേ എന്ന് പറഞ്ഞാല് തൊലി ഉരഞ്ഞു ഇളകി. അപ്പൊ അമ്മയും സ്കൂട്ടിയും താഴെ വീണ് കിടക്കുകയാണ്. അപ്പൊ അമ്മ നോക്കിയപ്പോൾ എന്താണ്, അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അമ്മയും സ്കൂട്ടിയും വീണ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വരി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിന്ദിയിൽ ഇത് എന്തായാലും മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താ പറയേണ്ടത്, അമ്മ കി കോഹനി ഓർ ഗുട്ടനെ ചിൽ ഗയേ അല്ലെ. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. രാത് കോ ദോനോ ബിസ്തർ പർ ലേട്ടേ ഥേ. രാത് എന്ന് പറഞ്ഞാല് രാത്രി, ബിസ്തർ എന്ന് പറഞ്ഞാല് കിടക്കയാണ്, ബിസ്തർ പർ എന്ന് പറഞ്ഞാല് കിടക്കയിൽ, ലേട്ടേ ഥേ എന്ന് പറഞ്ഞാല് കിടക്കുകയായിരുന്നു. രാത്രിയിൽ രണ്ടുപേരും കിടക്കയില് കിടക്കുകയായിരുന്നു. അമ്മയും ടുക്കുവും രാത്രിയില് കിടക്കയില് കിടക്കുകയായിരുന്നു. അമ്മ ബോലി, ബോലി എന്ന് പറഞ്ഞാല് പറഞ്ഞു, അമ്മ പറഞ്ഞു, അബ് നഹി ചലാऊंगी സ്കൂട്ടി, ലോഗ് ഹസ് രഹേ थे മുझे गिरता देखकर. നഹി ചലാऊंगी എന്ന് പറഞ്ഞാല് ഓടിക്കില്ല, ലോഗ് ഹസ് രഹേ थे എന്ന് പറഞ്ഞാല് ആളുകള് ചിരിക്കുകയായിരുന്നു. ഇനി സ്കൂട്ടി ഓടിക്കില്ല, ആളുകള് ഞാൻ വീഴുന്നത് കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. गिर गए तो क्या मजा तो आया, टुकു ബോല. ഗിർ ഗയേ തോ ക്യാ, വീണാൽ എന്താ, മസ എന്ന് പറഞ്ഞാല് രസിച്ചു, എൻജോയ്ഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ടുക്കു പറയണ വീണാൽ എന്താ, നമ്മൾ എൻജോയ് ചെയ്തില്ലേ എന്നാണ് അമ്മയുടെ അടുത്ത് ടുക്കു പറഞ്ഞത്. അമ്മ പറയുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാത് തോ സഹി ഹെ, ബാത്ത് എന്ന് പറഞ്ഞാല് കാര്യം, സഹി ഹെ എന്ന് പറഞ്ഞാല് ശരിയാണ്, കാര്യം ശരിയാണ്. സ്കൂട്ടി പർ बैठ कर मुझे लगा कि मैं हवा में तैर रही हूँ. മുജെ എന്ന് പറഞ്ഞാല് എനിക്ക്, ലഗ എന്ന് പറഞ്ഞാല് തോന്നി, മേ എന്ന് പറഞ്ഞാല് ഞാനാണ്, കാറ്റ് എന്ന് പറഞ്ഞാൽ ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്. അപ്പോ സ്കൂട്ടി പർ बैठ कर मुझे लगा, സ്കൂട്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, മേ ഹവാ മേ തേർ രഹി ഹൂ, ഞാൻ കാറ്റിൽ പറക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നിയത് എന്താണ്, സ്കൂട്ടിയിൽ ഇരുന്നപ്പോ ഞാൻ കാറ്റിൽ പറക്കുകയാണ് എന്നാണ് അമ്മയ്ക്ക് തോന്നിയത്. അപ്പൊ അടുത്തതായിട്ടുള്ളത് ഇവര് രണ്ടുപേരും കൂടി ഉള്ളതായതുകൊണ്ടാണ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അത് വായിച്ചു നോക്കാം. ദോനോനെ തൈ കിയാ കി കൽ ഫിർ കോശിഷ് കരേംഗെ. തൈ കിയ എന്ന് പറഞ്ഞാല് തീരുമാനിച്ചു, കൽ എന്ന് പറഞ്ഞാല് നാളെ, ഫിർ എന്ന് പറഞ്ഞാല് വീണ്ടും, കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം. അപ്പൊ രണ്ടുപേരും തീരുമാനിച്ചു നാളെ വീണ്ടും ശ്രമിക്കാം. ഇവിടെ നമുക്ക് വലിയൊരു മെസ്സേജ് ആണ് കിട്ടുന്നത്. കാരണം ടുക്കു ആയാലും ടുക്കുവിന്റെ അമ്മയായാലും വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ, രണ്ടാളും സ്കൂട്ടിയും സൈക്കിളും ഓടിക്കാൻ പഠിച്ചപ്പോൾ രണ്ടുപേരും വീണു പോയിട്ടുണ്ട്. ടുക്കുവിന്റെ അമ്മയെ ഒരുപാട് ആളുകൾ വീഴുന്നത് കണ്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പിന്നെ ടുക്കുവിന്റെ തലയിൽ വലിയൊരു മുഴ പൊന്തി വരെ ചെയ്തു. പക്ഷെ അവര് രണ്ടുപേരും എന്താ തീരുമാനിച്ചത്, നാളെ വീണ്ടും ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളും ആ മെസ്സേജ് എന്തായാലും ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം, നമുക്കത് ചെയ്യാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യാം. പലരും നമ്മളെ കളിയാക്കാം, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പം എന്നെ കേൾക്കുന്ന ഈ പല കുട്ടികൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ അത്രയും ആഗ്രഹിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, അപ്പം ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ആളുകൾ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുക, അത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ ടുക്കു അമ്മ എന്താ ചെയ്തത്, ബാക്കിയുള്ളവർ കളിയാക്കിയതോ അവർക്ക് എന്തെങ്കിലും ചെറിയ പരിക്കുകൾ പറ്റിയത് പോലും ശ്രദ്ധിക്കാതെ എന്താ പറയുന്നത്, നാളെ വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ കഥയിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു മെസ്സേജാണിത്. दोनों एक दूसरे के गले में बाहें डालकर सो गए. ഗല എന്ന് പറഞ്ഞാല് കഴുത്താണ്, ഗലേമേ എന്ന് പറഞ്ഞാല് കഴുത്തിൽ, ബാഹേ ഡാൽക്കർ കൈകൾ ഇട്ടുകൊണ്ട്, സോഗയെ ഉറങ്ങി. രണ്ടുപേരും പരസ്പരം കഴുത്തില് കൈകൾ ഇട്ടുകൊണ്ട് ഉറങ്ങി. അമ്മാനെ സപ്ന ദേഖ. സപ്ന എന്ന് പറഞ്ഞാല് ഡ്രീം, ദേഖ എന്ന് പറഞ്ഞാല് കണ്ടു, അമ്മ സ്വപ്നം കണ്ടു. वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നത് സ്വപ്നം കണ്ടു. അമ്മ സ്വപ്നത്തിൽ കണ്ട കാര്യമാണ് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അമ്മ അവിടെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ് അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ ചിത്രം നന്നായിട്ട് ഓർത്ത് വെക്കുക. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ക്രമത്തിൽ എഴുതാനോ അല്ലെങ്കിൽ ഈ സ്റ്റോറിയിലുള്ള ശരിയായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തെഴുതാനോ ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം. അപ്പം ഈ ഭാഗം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പം നമ്മുടെ സ്റ്റോറിയിൽ എന്താ പറയുന്നത്, അമ്മാനെ സപ്ന ദേഖ. ഇത് നിങ്ങൾ പറയാനും എഴുതാനൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തെഴുതി വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ പറയുന്നത് അമ്മാനെ സപ്ന ദേഖ, वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അപ്പം ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നമുക്കപ്പോൾ ബാക്കി വായിച്ചു നോക്കാം. उसी वक्त टुक्कू भी एक सपना देख रहा था कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. ഉസി വക്ത് എന്ന് പറഞ്ഞാല് ഈ അമ്മ സ്വപ്നം കാണുന്ന അതേ സമയത്ത് ടുക്കു ബി ഏക് സപ്ന ദേഖ് രഹാ ഥാ. ഏക് സപ്ന എന്ന് പറഞ്ഞാല് ഒരു സ്വപ്നം, ടുക്കു ഒരു സ്വപ്നം കാണുകയായിരുന്നു. എന്താണത്, വോ അമ്മ കോ സൈക്കിൾ പർ ബിഠാക്കർ ബാസാർ ഘുമാ രഹാ ഹെ. ബാസാർ എന്ന് പറഞ്ഞാല് മാർക്കറ്റ്, ചന്തയാണ്. ഇപ്പൊ ടുക്കു എന്താ കാണുന്നത്, ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്ന സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടുക്കു കാണുന്ന സ്വപ്നമാണ് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ടുക്കു എന്താ സ്വപ്നം കണ്ടത്, തന്റെ അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ബാസാറ് മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്ന സ്വപ്നമാണ് കണ്ടിട്ടുള്ളത്. അമ്മയും ടുക്കുവും രണ്ടുപേരും സ്വപ്നം കാണുന്നുണ്ട്. അമ്മ സ്വപ്നം കാണുന്നത് ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാണ്. ടുക്കു കാണുന്ന സ്വപ്നം എന്താണ്, അമ്മയെ സൈക്കിളിൽ ഇരുത്തി ബാസാറ് മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നതാണ്. അപ്പൊ നമ്മുടെ ചലേ എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ കഥയിൽ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് തരുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോയിന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ബുക്കിലേക്കോ ടെക്സ്റ്റ് ബുക്കിലേക്കോ മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ട് പഠിക്കുക. പിന്നെ ചിത്രങ്ങൾ ഓർത്തിട്ട് അത് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.